ഹായ്, നമസ്കാരം. യുക്തിവാദം, ലിബറലിസം, നാസ്തികത, എത്ര മനോഹരമായ വാക്കുകളാണ്. അല്പം വായനാശീലമുള്ള, കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള, മാനുഷിക ചിന്തകളുള്ള മനുഷ്യരെ വളരെ വേഗം ആകർഷിക്കുന്ന ആശയങ്ങളാണ് മേൽപ്പറഞ്ഞവ. എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെയേറെ സ്വാധീനിച്ച ആശയങ്ങളായിരുന്നു ഈ സെക്യുലറിസവും നാസ്തികതയും ലിബറലിസവും എല്ലാം. ആ കാലഘട്ടത്തിൽ ഈ പ്രസംഗങ്ങളും പ്രസിദ്ധീകരണങ്ങളുമെല്ലാം വളരെ ആവേശത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ വായിച്ചിരുന്നത്. അന്ന് ഇവയെല്ലാം കേൾക്കുമ്പോൾ ചിന്തിക്കുമായിരുന്നു, എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയോ വംശത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ കേവലമായ മനുഷ്യസ്നേഹം മാത്രം കാണുന്ന, മനുഷ്യനെ മാത്രം കാണുന്ന ഒരു വിശാലമായ ലോകവീക്ഷണം. ആ ലോകത്ത് രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകൾക്കോ ദേശീയതകൾക്കോ ആയിരുന്നില്ല പ്രാധാന്യം, മാനുഷിക മൂല്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. അഗാധമായ ചരിത്രബോധവും മാനുഷിക മൂല്യവും ഉള്ളവർക്ക് മാത്രമേ ഇത്തരം ആശയങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ആ കാലഘട്ടത്തിൽ വിചാരിച്ചു പോന്നിരുന്നത്. പക്ഷേ എൻ്റെ ആ വിചാരങ്ങൾക്ക് അധികം ആയുസുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. യുക്തിവാദത്തിന്റെയും നാസ്തികതയുടെയും ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെന്ന ഞാൻ ചെന്നുപെട്ടത് കേരളത്തിലെ നവനാസ്തികർക്ക് മുന്നിലാണ്. അത്യാവേശത്തോടു കൂടി തന്നെ ഇവരുടെ ഓരോ പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും ഞാൻ എൻ്റെ തലച്ചോറിൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഫീഡ് ചെയ്തപ്പെട്ട ആശയങ്ങൾ ഒരിക്കൽ എൻ്റെ ബ്രെയിനുള്ളിൽ ഒരു സംഘടനത്തിൽ ഏർപ്പെട്ടു. ആ സംഘടനത്തിൽ നിന്നും മറ്റു ചില ആശയം കൂടെ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. ഞാനിങ്ങനെ ഈ മൈക്കിന് മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന സാറിനെയും ടീച്ചറിനെയും മാത്രം കേട്ടിരുന്നാൽ അത് യുക്തിവാദമാകുമോ? എൻ്റെ ചിന്തകൾ എന്തെങ്കിലും കൂടി അതിലുണ്ടെങ്കിലല്ലേ അതിനെ എൻ്റെ യുക്തിയായിട്ട് കരുതാൻ കഴിയും. അറ്റ്ലീസ്റ്റ് ഇവരെന്താണ് പറയുന്നതെന്ന് ഞാനൊന്ന് ഫാക്ട് ചെക്കെങ്കിലും നടത്തണ്ടേ? അങ്ങനെ ഞാൻ ഇവയെക്കുറിച്ച് പഠിക്കാനിറങ്ങി. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇഴകി പരിശോധിക്കാൻ തുടങ്ങി. ഇന്റർനെറ്റിന്റെ ഈ കാലത്ത് ലൈബ്രറികളിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറുകളിലോ പോകേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാണ്. അങ്ങനെ ഇവർ പറഞ്ഞ ഓരോ കാര്യത്തിന്റെയും സത്യം അന്വേഷിച്ചെന്ന ഞാൻ വളരെ ഞെട്ടലോടെ ആ കാര്യം മനസ്സിലാക്കി. കാലം ഇന്നേ വരെ ഇവർ പറഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങളും നുണകളായിരുന്നു എന്നുള്ളത്. മനുഷ്യത്വം, കരുണ, സഹജീവി സ്നേഹം, സത്യസന്ധത ഇവയെല്ലാം പറഞ്ഞിരുന്ന ഇവർ ഇക്കാലമത്രയും പ്രചരിപ്പിച്ചിരുന്നത് അർദ്ധസത്യങ്ങളോ നുണകളോ ചേർത്ത കഥകളായിരുന്നുവെന്ന് വളരെ ഞെട്ടലോടെയും സങ്കടത്തോടെയും ഞാൻ മനസ്സിലാക്കി. പക്ഷേ അവയെല്ലാം തന്നെ പ്രത്യേകമായി ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും മറ്റൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുമാണെന്നുള്ളത് എനിക്ക് വളരെയധികം ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാലം അങ്ങനെ കടന്നുപോകെ ഇത്തരം യുക്തിവാദികൾ, കുയുക്തിവാദികൾ കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. കേരളത്തിലെ ഒരു യുക്തിവാദി പ്രഭുവുമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ ഒരു അഭിമുഖം. ഈ അഭിമുഖത്തിൽ ഇദ്ദേഹം ഇരുന്ന് ന്യായീകരിക്കുകയാണ് ഒരു വംശഹത്യയെ. മനുഷ്യന്റെ കേവല യുക്തിയും കടന്ന് കേട്ടിരിക്കുന്നവന്റെ ചരിത്രബോധത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ദയനീയവും അപഹാസ്യവുമായ ന്യായീകരണമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റർനാഷണൽ ലോ, മനുഷ്യത്വം ഇവയെല്ലാം ഒരു ഭാഗത്തേക്ക് മാത്രമായി പോകുന്ന അവസ്ഥ. ഒരു വേള ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് വരെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, സർ, ഇപ്പുറത്തുള്ളവരും മനുഷ്യരാണ്. പക്ഷെ ഈ പ്രഭുവിന് ഇതൊന്നും സ്വീകാര്യമല്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞ് നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് ചില മറുപടികളെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു മാനസികമായ വെല്ലുവിളിയായി തന്നെ തുടരും. അങ്ങനെ അത്രത്തോളം ബയാസ്ഡ് ആയിട്ടാണ് ഇദ്ദേഹം ഈ ഇന്റർവ്യൂവിനെ കൊണ്ടുപോകുന്നത്. ഈ ഇന്റർവ്യൂ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെതായി ഈ അടുത്ത കാലങ്ങളിലായി പുറത്തു വന്ന സകല പ്രഭാഷണങ്ങളിലും ഇദ്ദേഹം വളരെ ബയാസ്ഡ് ആണ്. ഒരു യുക്തിവാദിയായ മനുഷ്യൻ, നാസ്തികനായ മനുഷ്യൻ എന്തിന്റെ പേരിലായിരിക്കണം ബയാസ്ഡ് ആവേണ്ടത്? തീർച്ചയായും അയാൾ ബയാസ്ഡ് ആവണമെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെയും ന്യായത്തിന്റെയും പേരിലായിരിക്കണം. പക്ഷേ യാതൊരു ചരിത്ര വസ്തുതകളെയും പരിശോധിക്കാതെ അല്ലെങ്കിൽ മുഖവിലക്കെടുക്കാതെ മറ്റെന്തോ താല്പര്യങ്ങൾ മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ഈ ന്യായീകരണങ്ങളോ ഈ അഭിപ്രായം പറയലുകളോ ഇദ്ദേഹത്തിന്റെ വികലമായ ന്യായീകരണങ്ങളും എല്ലാം എന്താണ് ഈ മഹാനുഭാവന്റെ ഇന്റൻഷൻ എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന ന്യായങ്ങൾ അതുപോലെ ഏറ്റുപറയുന്ന രണ്ട് കൂട്ടരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് രണ്ട് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളാണ്. ഒന്ന് അന്താരാഷ്ട്ര തലത്തിലും ഒന്ന് ഇന്ത്യയിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ. ഇനിയും ആരെങ്കിലും ഇദ്ദേഹം നാസ്തികനാണ്, യുക്തിവാദിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും താങ്കളുടെ ഒരു ഭക്തനും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളുടെ വാഹകനും മാത്രമായിരിക്കും. ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, അക്രമിയേക്കാൾ അപകടകാരിയാണ് അക്രമം കണ്ട് ഗ്യാലറിയിലിരുന്ന് കൈയടിക്കുന്ന ആളുകൾ. പണ്ടൊരിക്കൽ ഒരു മഹാൻ പറഞ്ഞതാണ്, ഇത്തരം ജനങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ വളരെ അപകടകരമായ ഒന്നാണ്. അത് ഈ മനുഷ്യകുലത്തിന് തന്നെ അപകടവും നീക്കം ചെയ്യപ്പെടേണ്ടതുമാണ്. നമസ്കാരം.